നമസ്കാരം. വെൽക്കം ടു പാർവതി സ്കൂൾ ഓഫ് കൊമേഴ്സ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളൊരു സബ്സ്ക്രൈബർ റിക്വസ്റ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്. എംകോമിലെ പല യൂണിവേഴ്സിറ്റിയുടെ എംകോം ക്ലാസ്സുകളിൽ പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണത്, എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്. അപ്പം ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പോൾ ഓഡിറ്റ് സാധാരണഗതിയിൽ ഒരു ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ നിന്നുള്ള വ്യൂ പോയിൻറ്റ്സ് ആണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഓഡിറ്റ് എന്ന് പറഞ്ഞ ആ വാക്കിനർത്ഥം സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ ഓഫ് ബുക്സ് ആൻഡ് അക്കൗണ്ട്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ എന്നാണ്. ഇതൊരു ബിസിനസ് ഓർഗനൈസേഷനിലെ ബുക്സ് പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ബുക്സ് ഓഫ് അക്കൗണ്ട്സിൻ്റെ ഒരു സിസ്റ്റമാറ്റിക് എക്സാമിനേഷൻ. ഈ ചെയ്ത് വെച്ചേക്കുന്നതൊക്കെ ശരിയാണോ, ഇത് റൂൾസൊക്കെ ഫോളോ ചെയ്തിട്ടാണോ ഇത് ചെയ്ത് വെച്ചേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർഗനൈസേഷൻ്റെ വെളിയിൽ നിന്നുള്ള ഒരു എക്സ്പേർട്ട്, മിക്കവാറും അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സ്പേർട്ടായിട്ടുള്ള ഒരാൾ വെളിയിൽ നിന്ന് വന്ന് ഇതൊക്കെ ചെക്ക് ചെയ്ത് അത് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റാണ്, അല്ലെങ്കിൽ അല്ല, അത് പോരായ്മകളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഇതിനെയാണ് നമ്മൾ ഈ പ്രോസസ്സിനെ എല്ലാത്തിനെയും കൂടി ചേർത്തിട്ടാണ് നമ്മൾ ശരിക്കും ഓഡിറ്റിംഗ് എന്ന് വിളിക്കുന്നത്. ഇത് ഫിനാൻഷ്യൽ ആസ്പെക്റ്റിൽ നിന്നുള്ളൊരു വ്യൂ ആണ് ഓഡിറ്റിങ്ങിൻ്റെ. അപ്പോൾ റീസെൻ്റായിട്ട് ഇത് കൂടാതെ ഫിനാൻഷ്യൽ ഓഡിറ്റിംഗ് അല്ലാതെ ഒരുപാട് ടൈപ്പ് ഓഫ് ഓഡിറ്റുകളും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഉണ്ട്, സിസ്റ്റംസ് ഓഡിറ്റ് ഉണ്ട്, സേഫ്റ്റി ഓഡിറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് ഓഡിറ്റ്, എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് ഉണ്ട്, ഒരുപാട് ഓഡിറ്റുകളുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് സോഷ്യൽ ഓഡിറ്റ് ഉണ്ട്. സോഷ്യൽ ഓഡിറ്റിൻ്റെ ഒരു വീഡിയോ, ഒരു ക്ലാസ് നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇന്ന് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു റീസെൻറ്റ് ട്രെൻഡ്സ് ഇൻ ഓഡിറ്റാണ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ഓഡിറ്റ്, രണ്ട് ടേംസ് യൂസ് ചെയ്യാറുണ്ട്. ആ പേരിൽ തന്നെ ഉണ്ട് അത് എന്താണ് എന്നുള്ളത്. എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും എൻവയോൺമെൻറ്റിനെ റിലേറ്റഡ് ടു എൻവയോൺമെൻറ്റ് ആണ്, അല്ലെ ഒരു ബിസിനസ്, നമ്മുടെ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ്റെ ആക്ടിവിറ്റീസ് എൻവയോൺമെൻറ്റിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുന്നുണ്ടോ, അങ്ങനെ ബാധിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്കത് ഓവർകം ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുന്നതിനെയാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഒതൻറ്റിക്കേറ്റ് ആയിട്ടുള്ള ഒരു മീനിങ്ങിനെ പറ്റി നോക്കുമ്പോഴത്തേക്കും ഏറ്റവും സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതും എല്ലാവരും ഫോളോ ചെയ്യുന്നതുമായിട്ടുള്ളത് ഈ 1989 ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സ് പറഞ്ഞ കുറച്ച് വാചകങ്ങളാണ്, കുറച്ച് സെൻറ്റൻസുകളാണ്. അപ്പോൾ അത് ഞാൻ ബോർഡിൽ എഴുതിയിട്ടിട്ടുണ്ട്, നമുക്കത് എന്താണെന്ന് നോക്കാം. അപ്പോൾ അവർ പറയുന്നതനുസരിച്ച് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ടൂൾ കംപ്രൈസിങ് സിസ്റ്റമാറ്റിക് ഡോക്യുമെൻറ്റഡ് പീരിയോഡിക് ആൻഡ് ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ. ഇതൊരു മാനേജ്മെൻറ്റ് ടൂളാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളത്? അത് ചെയ്യുന്നത് ഒരു സിസ്റ്റമാറ്റിക് പീരിയോഡിക് ആൻഡ് ഒബ്ജക്റ്റീവ് ഇവാലുവേഷനാണ്. ഇവാലുവേറ്റ് ചെയ്യാനുള്ള ഒരു മാനേജ്മെൻറ്റ് ടൂളാണ്. എങ്ങനെയുള്ള ഇവാലുവേഷനാണ് നടത്തുന്നത്? സിസ്റ്റമാറ്റിക് ആണ്, ഡോക്യുമെൻറ്റഡ് ആണ്, പീരിയോഡിക് ആണ്. ഓഫ് ഹൗ വെൽ ഓർഗനൈസേഷൻ മാനേജ്മെൻറ്റ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആർ പെർഫോമിങ്. ഒരു ഓർഗനൈസേഷൻ, അവിടുത്തെ മാനേജ്മെൻറ്റ്, അവിടുത്തെ എക്യുപ്മെൻറ്റ്സ് എല്ലാം കവർ ചെയ്യുന്നുണ്ട്. ഫിനാൻഷ്യൽ ഓഡിറ്റിനെ പോലെ സ്കോപ്പ് വളരെ കുറഞ്ഞതല്ല, വൈഡ് സ്കോപ്പുള്ളൊരു ടേമാണ്. എല്ലാം അവിടെ ഇവാലുവേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ദ എയിം ഓഫ്, എന്താണ് എയിം ഓഫ് ഹെൽപ്പിംഗ് ടു സേഫ് ഗാർഡ് ദ എൻവയോൺമെൻറ്റിനെ സേഫ് ആക്കുക. എങ്ങനെയാണ്? ബൈ ഫെസിലിറ്റേറ്റിംഗ് മാനേജ്മെൻറ്റ് കൺട്രോൾ ഓഫ് പ്രാക്ടീസസ് ആൻഡ് അസസിങ് കംപ്ലയൻസസ് വിത്ത് കമ്പനി പോളിസീസ് വിച്ച് വുഡ് ഇൻക്ലൂഡ് റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആപ്ലിക്കബിൾ. അതായത് എൻവയോൺമെൻറ്റിനെ സേഫ് ഗാർഡ് ചെയ്യുക എന്നുള്ള എയിം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ഇവാലുവേഷൻ നടത്തുന്നത്. അങ്ങനെ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അത് കമ്പനിയുടെ പോളിസീസും അതേപോലെ അവരുടെ റെഗുലേറ്ററി റിക്വയർമെൻറ്റ്സ് സ്റ്റാൻഡേർഡ്സും ഒക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അതുമായിട്ട് കംപ്ലൈൻസ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇത്രയാണ് ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ എന്താ എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്. ഈ ബോർഡ് നിറഞ്ഞു നിൽക്കുന്ന ഒരു സെൻറ്റൻസ് ആണ്, അത് കണ്ട് ടെൻഷൻ ആവേണ്ടതെന്ന് ആവശ്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള കാര്യം കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു സെൻറ്റൻസ് വെച്ച് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്തു നിന്നുള്ള എൻവയോൺമെൻറ്റൽ ഓഡിറ്റിൻ്റെ ഫീച്ചേഴ്സും കിട്ടും. അതായത് ഏറ്റവും പ്രധാനപ്പെട്ട 3 ഫീച്ചേഴ്സാണ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റിനുള്ളത്. ഈ ഒരു മീനിങ്ങിൽ നിന്ന് തന്നെ വേണമെങ്കിൽ ഡെഫിനിഷനൊന്നും പറയാം, ഇൻ്റർനാഷണൽ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ വാക്കുകളല്ലേ. ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് 3 ഫീച്ചേഴ്സാണ്. അതിൽ ഫസ്റ്റ് വരുന്നത് മാനേജ്മെൻറ്റ് ടൂൾ.
അതാണ് ഫസ്റ്റ് ഫീച്ചറായിട്ട് വരുന്നത്. എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ മാനേജ്മെൻറ്റ് ടൂൾ. ദെൻ പിന്നെ വരുന്നത് സിസ്റ്റമാറ്റിക് ഡോക്യുമെൻറ്റഡ് പീരിയോഡിക് ആൻഡ് ഒബ്ജക്റ്റീവ് ഇവാലുവേഷൻ. അതായത് ഇതിൽ ആ ഇവാലുവേഷൻ എന്ന് പറയുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. സിസ്റ്റമാറ്റിക് ഡോക്യുമെൻറ്റഡ് ആൻഡ് പീരിയോഡിക് ഇവാലുവേഷൻ ആണ് ഇവിടെ നടക്കുന്നത്, ഇവിടെ എൻവയോൺമെൻറ്റൽ ഓഡിറ്റിൽ. പിന്നെ മൂന്നാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ എയിം തന്നെയാണ്. എന്താണ് ഇതിൻ്റെ എയിം? ടു സേഫ് ഗാർഡ് ദ എൻവയോൺമെൻറ്റ്. എൻവയോൺമെൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റിൻ്റെ എയിമായിട്ട് വരുന്നത്. അപ്പോൾ ഇത് മൂന്നും കാര്യങ്ങൾ ഓർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മീനിങ്ങും ഫീച്ചേഴ്സും നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ എഴുതാൻ പറ്റും. എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും ഈ 3 പോയിൻറ്റ്സ് മനസ്സിൽ വരണം. ഇതൊക്കെയാണ്. ഇതൊരു മാനേജ്മെൻറ്റ് ടൂളാണ്, സിസ്റ്റമാറ്റിക് ഡോക്യുമെൻറ്റഡ് ആൻഡ് പീരിയോഡിക് ഇവാലുവേഷൻ ആണ്, ആൻഡ് അതിൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? ടു സേഫ് ഗാർഡ് ദ എൻവയോൺമെൻറ്റ് ആണ്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ ആണ്. അപ്പോൾ ഇതാണ് മീനിങ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ടൈപ്സ് ആണ്. എൻവയോൺമെൻറ്റൽ ഓഡിറ്റിനെ 3ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. എൻവയോൺമെൻറ്റൽ കംപ്ലയൻസ് ഓഡിറ്റ്, എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഓഡിറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫിനാൻഷ്യൽ ഓഡിറ്റ്. അപ്പോൾ അതിൻ്റെ ഓരോ പേരിൽ നിന്നും അതെന്താണെന്ന് നമുക്ക് മനസ്സിലാക്കി എടുക്കാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് വരുന്നത് എൻവയോൺമെൻറ്റൽ കംപ്ലയൻസ് ഓഡിറ്റ് ആണ്. അതായത് ഇവിടെ മെയിനായിട്ടും എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് നടത്തുന്നത് ജനറലായിട്ട് എൻവയോൺമെൻറ്റൽ റൂൾസും പോളിസീസും ലോസും ഒക്കെ ഉണ്ട്. ഇപ്പോൾ കേരളത്തിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെയൊക്കെ റൂൾസ് ഫോളോ ചെയ്യാണ്ട് വന്ന ഒരുപാട് ഓർഗനൈസേഷനൊക്കെ പൂട്ടിച്ചു എന്നൊക്കെ ന്യൂസൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഒരു ഓർഗനൈസേഷൻ കോമൺ ആയിട്ട് നിർബന്ധമായിട്ട് ഫോളോ ചെയ്യേണ്ട ചില എൻവയോൺമെൻറ്റ് റിലേറ്റഡ് റൂൾസ് ഉണ്ട്. അപ്പോൾ ആ റൂൾസൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ, ലോസൊക്കെ അതിലെ പ്രൊവിഷൻസ് അനുസരിച്ചിട്ടാണോ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടി നടത്തുന്ന ഓഡിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത്? എൻവയോൺമെൻറ്റൽ കംപ്ലയൻസ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. അതാണ് ഞാൻ എഴുതിയേക്കുന്നത്. ടു എൻഷുർ ഓർഗനൈസേഷണൽ ആക്ടിവിറ്റീസ് ആർ കണ്ടക്റ്റഡ് ഇൻ അക്കോർഡൻസ് വിത്ത് എൻവയോൺമെൻറ്റൽ ലോസ്, സ്റ്റാൻഡേർഡ്സ് ആൻഡ് പോളിസീസ്. നെക്സ്റ്റ് വരുന്നത് എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഓഡിറ്റ് ആണ്. ആ പേര് പറയുന്നത് പോലെ തന്നെ ഇത് ഓർഗനൈസേഷൻ സ്പെസിഫിക്കാണ്. അത് ഓർഗനൈസേഷൻ അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന എൻവയോൺമെൻറ്റൽ ഒബ്ജക്റ്റീവ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഓഡിറ്റിൽ ഓഡിറ്റർ ചെക്ക് ചെയ്യുന്നത്. ഓർഗനൈസേഷൻ ആ ഓർഗനൈസേഷൻ ഫോം ചെയ്യുമ്പോൾ തന്നെ അവരുടെ എൻവയോൺമെൻറ്റൽ ഒബ്ജക്റ്റീവ്സ് ആയിട്ട്, അല്ലെങ്കിൽ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒബ്ജക്റ്റീവ്സ് ആക്ച്വലി അവരത് ഫുൾഫില്ല് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അത് ഫുൾഫില്ല് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ എടുക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ഓഡിറ്റർ വന്ന് ചെക്ക് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഓഡിറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് എൻവയോൺമെൻറ്റൽ ഫിനാൻഷ്യൽ ഓഡിറ്റ്. കണ്ടോ, ഇതാണ് നമ്മൾ നോർമലി ഫിനാൻഷ്യൽ പെർസ്പെക്റ്റീവിൽ പറയുന്ന ഓഡിറ്റ് തന്നെ. അതിൽ എൻവയോൺമെൻറ്റൽ ആസ്പെക്റ്റും കൂടി വരും. എന്താ എഴുതിയേക്കുന്നത്? ടു എൻഷുർ വെദർ ദ ഓർഗനൈസേഷൻ ഹാസ് അപ്രോപ്രിയേറ്റ്ലി വാല്യൂഡ് ആൻഡ് റിപ്പോർട്ടഡ് ഓൾ എൻവയോൺമെൻറ്റൽ കോസ്റ്റസ്. കണ്ടോ, എല്ലാ എൻവയോൺമെൻറ്റൽ കോസ്റ്റസ്, ബെനഫിറ്റ്, അസറ്റ്, ലയബിലിറ്റി ആൻഡ് കണ്ടിജൻസീസ്. അതായത് ഓർഗനൈസേഷൻ്റെ ഈ എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനൊക്കെ നടത്തുമ്പോൾ അവർക്ക് അത് റിലേറ്റഡ് ഉണ്ടാകുന്ന കോസ്റ്റ്, അതിൻ്റെ ബെനഫിറ്റ്, അസറ്റുകൾ, ലയബിലിറ്റീസ്, ഇനി എന്തെങ്കിലും കണ്ടിജൻസീസ് ഉണ്ടാകുന്നുണ്ടോ? കണ്ടിജൻസീസ് നിങ്ങൾക്കറിയാം, ഫ്യൂച്ചറിൽ ഉണ്ടായേക്കാവുന്ന ബാധ്യതയോ അസറ്റോ എന്ത് വേണമെങ്കിലും ആ കണ്ടിജൻസീസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള എൻവയോൺമെൻറ്റ് റിലേറ്റഡ് കോസ്റ്റുകളെല്ലാം വാല്യൂ ചെയ്യുകയും അതേപോലെ തന്നെ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഏത് ഓഡിറ്റ് നടത്തുന്നത്? എൻവയോൺമെൻറ്റൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് നടത്തുന്നത്. അത് എൻവയോൺമെൻറ്റിനെ ഫിനാൻസിനെയും കൂടി ഇവിടെ കമ്പൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് 3 ഏറ്റവും പ്രധാനപ്പെട്ട ടൈപ്സ് ഓഫ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ്. ഏതൊക്കെയാണ്? എൻവയോൺമെൻറ്റൽ കംപ്ലയൻസ് ഓഡിറ്റ്, എൻവയോൺമെൻറ്റൽ പെർഫോമൻസ് ഓഡിറ്റ് ആൻഡ് എൻവയോൺമെൻറ്റൽ ഫിനാൻഷ്യൽ ഓഡിറ്റ്. നെക്സ്റ്റ് വരുന്നത് എൻവയോൺമെൻറ്റൽ ഓഡിറ്റിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഫേസസ് ആണ്. 3 സ്റ്റെപ്പുകളാണ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുമ്പോൾ നോർമലി ഒരു ഓഡിറ്റർ ഫോളോ ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിനെ നമ്മൾ പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസ് എന്നാണ് പറയുന്നത്. സെക്കൻഡ് സ്റ്റെപ്പ് ആക്ടിവിറ്റീസ് അറ്റ് സൈറ്റ് ആൻഡ് തേർഡ് ഫേസ് പോസ്റ്റ് ഓഡിറ്റ് ആക്ടിവിറ്റീസ്. ബേസിക്കലി നമ്മൾ പറയുകയാണെങ്കിൽ ഈ എൻവയോൺമെൻറ്റൽ ഓഡിറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇൻഫർമേഷനാണ്. അപ്പോൾ ഈ എൻവയോൺമെൻറ്റൽ ഓഡിറ്റിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ കളക്ഷൻ, പല സോഴ്സിൽ നിന്ന് നമ്മൾ അതിനാവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യും.
അങ്ങനെ ആ ഇൻഫർമേഷൻ കളക്ഷനാണ് ഫസ്റ്റ് ഫേസിൽ വരുന്നത്. അതാണ് പ്രീ ഓഡിറ്റ് ആക്ടിവിറ്റീസിൽ വരുന്നത് കളക്ഷൻ ഓഫ് ഇൻഫർമേഷൻ. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ അനാലിസിസ് നടത്തുന്നത്, ഇവാലുവേറ്റ് ചെയ്യുന്ന ആ ഒരു സ്റ്റേജിനെയാണ് എന്ത് വിളിക്കുന്നത്? ആക്ടിവിറ്റീസ് അറ്റ് സൈറ്റ് എന്ന് വിളിക്കുന്നത്. നെക്സ്റ്റ് ഇതിൽ നിന്ന് നമ്മൾ കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുകയാണ്. അതായത് ഇങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ്റെ എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റീസ് ഇങ്ങനെയാണ് നടക്കുന്നത്. അങ്ങനെ ഒരു കൺക്ലൂഷൻ ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയാണ് പോസ്റ്റ് ഓഡിറ്റ് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ 3 phases ആണ് ഒരു എൻവയോൺമെൻറ്റൽ ഓഡിറ്റർ നോർമലി ഫോളോ ചെയ്യുന്നത്. ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, ആ ഇൻഫർമേഷനെ അനലൈസ് ചെയ്യുന്നു, അതിൽ നിന്ന് ഡ്രോയിങ്സ് അല്ലെങ്കിൽ അതിൽ നിന്ന് കൺക്ലൂഷൻസ് ഡ്രോ ചെയ്യുന്നു. ഇത് 3 പേജിൽ അല്ലെങ്കിൽ 3 phases ആയിട്ടാണ് നടത്തുന്നത്. കളക്ട് ചെയ്യുന്നതിനെ പ്രീ ഓഡിറ്റ് ഫേസ് എന്ന് പറയും, അത് അനലൈസ് ചെയ്യുന്നതിനെ ഓഡിറ്റ് അറ്റ് സൈറ്റ് എന്ന് പറയും, ലാസ്റ്റ് പോസ്റ്റ് ഓഡിറ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത്രയാണ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ. പിന്നെ ഇത്രയും പറഞ്ഞതിൽ നിന്ന് വെച്ച് നമുക്ക് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ഒക്കെ അതിൽ നിന്ന് തന്നെ പറയാൻ പറ്റും. അത് മെയിനായിട്ട് ഈ എൻവയോൺമെൻറ്റൽ ഓഡിറ്റ് എയിം ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷനാണ്. അപ്പോൾ അഡ്വാൻറ്റേജ് ഫസ്റ്റ് അത് വന്നു, എൻവയോൺമെൻറ്റൽ പ്രൊട്ടക്ഷൻ. പിന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാൻ, കോസ്റ്റ് ഇവിടെ ഫിനാൻഷ്യൽ ഓഡിറ്റ്, എൻവയോൺമെൻറ്റൽ ഫിനാൻഷ്യൽ ഓഡിറ്റ് ഉണ്ട്. അത് എൻവയോൺമെൻറ്റൽ കോസ്റ്റ് ബെനിഫിറ്റ് അസറ്റ് ലയബിലിറ്റി ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അതിന് വാല്യൂ ചെയ്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് ഉണ്ടാകുന്നുണ്ട്, ബിസിനസ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻവയോൺമെൻറ്റൽ ഓഡിറ്റിനെ പറ്റി പറയാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്നാണ് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ചെയ്യാം. മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.